I quit makeup. ജോക്കുട്ടൻ കാരണം ഇപ്പൊ ഒരു ആള് ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഒക്കെ ഒഴിവാക്കിട്ടോ അന്ന് കൊടുത്തത് അവർക്ക് വല്ലാതെ കൊണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് കൊണ്ടു. ഓ നമ്മുടെ ജോക്കുട്ടൻ. ഇന്ന് നമ്മൾ ത്രികോണ ഊക്കല്ല ചെയ്യുന്നേ, കാരണം ഈ താത്തയുടെ ശല്യം ഭയങ്കര ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊളിച്ചു താത്ത, നമ്മളെ പ്രതീക്ഷ തെറ്റിച്ചില്ല. അതെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് കിടന്ന് മെഴുകുക. ഞാൻ മറ്റൊരു മതത്തെ പറ്റിയും ഇന്നേ വരെ സംസാരിച്ചിട്ടുമില്ല, ഇനി സംസാരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇതുപോലൊരു വിഷത്തിനെ റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് തോന്നി. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത്? ഞാനൊരു കോട്ട് വായിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്ത് യുദ്ധങ്ങളുണ്ടായത് ദൈവത്തിന്റെ പേരില്, മതത്തിന്റെ പേരില്, ആൾക്കാരെ കൊന്നുടക്കിയത് മതത്തിന്റെ പേരില്, എന്നിട്ടും ചെകുത്താൻ വെറുക്കപ്പെട്ടവൻ. അതെ, ചെകുത്താൻ ചോദിക്കണം ഞാൻ എന്ത് തെറ്റിയത് ഇതിനകത്തുനിന്ന്. ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളതും. ഓക്കെ, എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഒന്നും അറിയാത്ത ആൾക്കാർ പ്രീവിയസ് വീഡിയോസ് കണ്ടു വരും. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സമയം കളയുന്ന സമയം കൊണ്ട് നിനക്ക് വല്ല നിസ്കാരോ ഇബാദത്തൊക്കെ ചെയ്തോടെ? അതെങ്ങനെയാ നമുക്ക് ഇതൊക്കെ ചെയ്താലേ റീച്ച് കിട്ടുള്ളൂ. ബാക്കി തരാവേ. അതിന് എനിക്ക് ജോക്കുട്ടന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. കമന്റ് ആദ്യം നോക്കാം. പുള്ളിക്കാരുടെ ആദ്യത്തെ കമന്റ് തന്നെ നോക്കാം. വഴിയെ പോകുന്ന നായ്ക്കൾ കുറച്ചാൽ ഞാനത് കാര്യമാക്കാറില്ല. പിന്നെ സഹോദരന്റെ വീഡിയോ ഒന്നും കാണാനുള്ള സമയവും താല്പര്യമില്ലായിരുന്നു. അതെനിക്ക് കഴിഞ്ഞ വീഡിയോ റിയാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി. ആദ്യമായിട്ട് പുള്ളിക്കാരി എന്നെ പട്ടിയായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അതായത് എന്നെപ്പോലുള്ള പട്ടികൾ കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യത്തില്ലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. നിനക്കുള്ള മറുപടി ഞാനിപ്പോ തരാം. അപ്പോൾ ഈ പുള്ളിക്കാരി തന്നെ ഈ പട്ടിയുടെ വീഡിയോ കുത്തിയിരുന്ന് കണ്ടേച്ചത് റിയാക്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഈ പട്ടിയുടെ വീഡിയോ കുത്തിയിരുന്ന് കണ്ടേച്ചത് റിയാക്ട് ചെയ്ത് ഈ പേപ്പട്ടീനെ എന്താണ് വിളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പാട്ടോ I quit makeup. അല്ലാതെ പേടിച്ചിട്ടല്ല. ടൈം കിട്ടിയാൽ കണ്ടിട്ട് വയറ് നിറച്ച് തരാം. പിന്നെ മതം പറയാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. ആരുടെയും നിർബന്ധത്തിലോ വിമർശനം കാരണമോ എടുത്ത തീരുമാനമേ അല്ല. അല്ലെന്ന് എനിക്കറിയാം കേട്ടോ, അതിനുള്ള വാക്ക് തരാം. എന്റെ സ്വന്തം തീരുമാനമാണ്. എല്ലാവരും പിന്നെ സ്വയമാണല്ലോ തീരുമാനിക്കുന്നത്. മൂക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും സ്വയം തീരുമാനവും. എന്റെ സ്വന്തം തീരുമാനമാണ്. I quit makeup. 20 വർഷം എടുത്തപ്പോഴാണ് പുള്ളിക്കാരിക്ക് അള്ളാഹു ബോധം കൊടുത്തു. 20 years എടുത്തു. ഒശോടാ, 20 വർഷം മുമ്പ് പുള്ളിക്കാരി മുസ്ലിമേ അല്ലായിരുന്നു. ഇപ്പോഴാണ് പുള്ളിക്കാരി യഥാർത്ഥ മുസ്ലിം ആയത്. ഞാൻ എങ്ങനെയാണോ എന്റെ മുഖം എങ്ങനെയാണോ അങ്ങനെ ആളുകൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ മൂക്കുത്തിയിട്ടാണ് ഇത് പറയണത്. ഓക്കെ, ഞാൻ ഈ മൂക്ക് കുത്തിയത് മാറ്റണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മൂക്ക് കുത്തൽ ഹറാമാണോ? മൂക്ക് കുത്തുക എന്നുള്ളത് ഹറാമല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ മൂക്ക് കുത്തിയത് കേട്ടോ. മൂക്ക് കുത്തുന്നത് ഹറാമല്ല. സ്റ്റൈൽ. ഓക്കെ ഓക്കെ ഓക്കെ, അതിനുള്ള ഊക്കിപ്പ തരാവേ. ഞാൻ എങ്ങനെയാണോ എന്റെ മുഖം എങ്ങനെയാണോ അങ്ങനെ ആളുകൾ കാണണമെന്ന് ഞാൻ ജനിപ്പിക്കുമ്പോ എല്ലാം കണ്ടറിഞ്ഞ് ജനിപ്പിക്കത്തുള്ളൂ. അത് കാരണം ഇപ്പൊ കണ്ണടയും വെച്ച് നടക്കുന്നത്. മൂക്ക് കുത്തുക എന്നുള്ളത് ഹറാമല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാനും ഭർത്താവും കൂടി ചേർന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ മൂക്ക് കുത്തിയത് കേട്ടോ. A few moments later. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ ഈ മൂക്കൂത്തി അഴിച്ചു മാറ്റുകയാണ്. ഇത് മറ്റേ സിനിമയ്ക്കകത്ത് തിലകൻ. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം. ഞാനിത് ഇവിടെ അഴിച്ചു മാറ്റുകയാണ്. ഇപ്പോഴത്തെ ചോദ്യം ഈ മൂക്കൂത്തി മാറ്റണോ വേണ്ടയോ എന്നാണ്. എന്റെ ഭർത്താവ് പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി എന്റെ വ്യൂവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ പറയുന്നു മൂക്ക് കുത്തുന്നത് മാറ്റാനായിട്ട്. എന്താണ് എന്റെ തീരുമാനം? അട്ടമിട്ടു വെള്ളിയരിഞ്ഞാണമിട്ടു പൊന്നിന്റെ കൊലുസുമിട്ടൊരു മഞ്ചത്തി പൂങ്കാവടി പോലൊരു ഉണ്ടച്ചി. എല്ലാം അറിഞ്ഞു തരുന്ന ദൈവത്തിന് കണ്ണട കൂടി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്ന ഈ മുഖം അൽഹംദുലില്ലാ 20 വർഷം കഴിഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ താത്തയ്ക്ക് ബോധം കൊടുത്തു. അതൊരു സർവശക്തൻ തന്നെ. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മിക്കവാറും
എന്നേക്കുമായിട്ട്. സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. ഇതിലും വലിയ ഒരുത്തനുണ്ട്, ഇവനാണ് ഏറ്റവും വലിയ കോമഡി. അതൊഴിവാക്ക്, ഇതൊഴിവാക്ക്, ഇനി എന്നൊക്കെ ഒഴിവാക്കണം. മ്യൂസിക് ഹറാം ഹറാം ഹറാം. ഹറാം ഹറാം ഹറാം. റബ്ബിനോട് ദുആ ചെയ്യുകയല്ലാതെ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി നമുക്ക് എന്തു ചെയ്യാനാകുമെന്നോർത്ത് വേവലാതിപ്പെടാൻ വരട്ടെ. പെപ്സിയും ലേസും കൊക്കക്കോളയും കോൾഗേറ്റും അത് ഒഴിവാക്കണം. KFCയും അടക്കം നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകളാണ്. ബാക്കിൽ അവൻ്റെ ഒരു പ്ലേ ബട്ടൺ ഇരിപ്പുണ്ട്. ഇവന് ഈ വീഡിയോ ഇട്ടാക്കണ എവിടെയാണെന്നറിയോ? ഇൻസ്റ്റാഗ്രാമിൽ. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ CEO ആയിട്ടുള്ള ആദം മൊസേരി ഒരു ഇസ്രായേലി സിറ്റിസണാണ്. അപ്പൊ കൊണ്ട് അത് പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് ഇത്ര റീച്ച് വന്നത് ഇൻസ്റ്റാഗ്രാമല്ലേ, അതൊന്നും ഹറാമല്ല അല്ലേ? കൊണ്ടാ നന്നായിട്ട് കയറി നോക്ക് കേട്ടോ, ഇതൊന്നും അറിയത്തില്ലല്ലേ? ഹീസ് എ ഡുവൽ ഇസ്രായേലി US സിറ്റിസൺ. പുള്ളിയുടെ കീഴിൽ വരുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാം. അതിലാണ് നിങ്ങൾ വീഡിയോ ഇട്ട് ഈ കൊണവണ പറയുന്നത്. അപ്പൊ അതൊക്കെ കളയുമ്പോൾ ഇതും കളയണ്ടേ മോനെ? അപ്പൊ രണ്ടും കൂടി ഒരേ താളത്തിലൊന്ന് കൊണയടിക്കരുത്. സാധാരണ ഞാൻ ത്രികോണ ബുക്കാണ് ചെയ്യുന്നത്, പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നു, കാരണം അതിന് മാത്രം പ്രഷറാണ് എനിക്ക് കിട്ടുന്നത്. ഇഷ്ടംപോലെ വീഡിയോസ് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ വക വെറുപ്പ് ഈ തള്ള പറഞ്ഞു കൂട്ടുന്നത്. തള്ളക്ക് ശരിക്കും എന്തിന്റെ ആണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്ത് വിവരക്കേടാണ്, എന്ത് കോമൺ സെൻസ് ഈ ലോകത്ത് നടക്കുന്ന ഈ കറണ്ട് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒരു സെൻസും ഇല്ല. ഇതിനുള്ള എല്ലാ പ്രൂഫും ഉണ്ട്, എന്നിട്ടും കൊണവണ വെച്ചോണ്ടിരിക്കുക. തലയ്ക്കകത്ത് എന്ത് കയറി കിടക്കണം നിങ്ങൾക്ക്? ഒരുപാട് വസ്തുക്കൾ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റുകളാണ്. നമുക്ക് പൈസ മതിയല്ലോ, നമുക്ക് മതം പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമല്ലോ. ഈ അന്താരാഷ്ട്ര കുത്തക കമ്പനികളാണ് ഇസ്രായേലിന് വേണ്ടി ഫണ്ടിങ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിന്റെ യൂട്യൂബിന്റെ ഒക്കെ CEO ആരാണ്, ഇവരൊക്കെ ഏത് രാജ്യത്തുള്ളവരാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ അതുകൂടി ഒഴിവാക്കണ്ടടാ മോനെ, അതല്ല അതിന്റെ ഒരു മര്യാദ. നിനക്കൊക്കെ അതൊരു 10 പൈസയുടെ ബോധം ഉണ്ടാടാ പോങ്ങ. ഇസ്രായേലിന്റെ പ്രൊഡക്ട്സ് നമ്മൾ പണം കൊടുത്ത് വാങ്ങുമ്പോൾ, അയ്യോ കഷ്ടം, അത് നമ്മൾ കുടിക്കുമ്പോൾ ആ പിഞ്ചു മക്കളുടെ ചോരയാണ് നമ്മൾ കുടിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്ത് ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്? നിനക്ക് ലേശം ഉളുപ്പുണ്ടെങ്കിൽ നീ അതും കൂടി കളയണ്ടേ? ഓ ഇതുങ്ങളോടൊന്നും ഇതൊന്നും തലയൊക്കെ ആകത്തില്ല ഇതുങ്ങളുടെയൊക്കെ. അത് ശരിക്കും പൊട്ടന്മാരാണോ? ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല കൊച്ചു. കമോൺ തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ അയാൾക്ക് ഭ്രാന്താണ്. ഇങ്ങനെ പോയാൽ നിനക്ക് നല്ല ഊക്കം കിട്ടും, നീ പലതും മാറ്റും. ഞാൻ മാറ്റിക്കാം കേട്ടാ. ഈ മൂക്കൂത്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഷബാന ഗിഫ്റ്റ് ചെയ്തതാണ്. സോറി, അത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല സിയോയുടെ കാര്യം, ഞാൻ പറഞ്ഞത് മറന്നു പോരുത് കേട്ടോ. അതിങ്ങനെ വിളിച്ച് കളിക്കണ്ട, തരാം ഇൻഷാ അല്ലാഹ്. നമ്മളെ യൂട്യൂബ് ചാനലുണ്ടല്ലേ, അതും തരാം. മൂവി 2.5 മണിക്കൂർ കണ്ടു അവസാനിച്ചു. മാച്ച് ഏകദേശം 5 മണിക്കൂർ കണ്ടു അവസാനിച്ചു. മൊബൈലിൽ റീൽ 2 മിനിറ്റ് കണ്ടു, അതും അവസാനിച്ചു. എന്റർടൈൻമെന്റ് അതുവഴി കിട്ടുന്ന പ്ലഷർ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു, പക്ഷേ എന്നേക്കുമായി നിലനിൽക്കുന്ന സന്തോഷം, അതാണ് ജന്ന സ്വർഗം. അങ്ങനെ പണ 1 മണിക്കൂറുള്ള മൂവി കാണാൻ പറ്റില്ല, പക്ഷെ 2 മണിക്കൂറുള്ള യൂട്യൂബ് വ്ലോഗ് ചെയ്യാം. 5 മണിക്കൂറുള്ള മാച്ച് കാണാൻ പറ്റില്ല. അതുപോലെ താത്താക്കും ദിവസം 50 റീലിടാം. ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്നത് ഹറാം. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ കൈ കാണുന്നുണ്ട്, അത് മറക്കണമെന്ന് ഞാൻ താത്താനോട് 100 വട്ടം പറഞ്ഞതാണ്. പക്ഷെ ആണുങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് താത്തയെ കൈയും കാണിച്ച് വീണ്ടും ഇറങ്ങിയിരിക്കണം. ഇൻസ്റ്റഗ്രാമിൽ റീലിട്ടിട്ട് റീല് കാണരുത് എന്ന് പറയാൻ ചില്ലറ തൊലിക്കെട്ടൊന്നും പോരാ. പക്ഷെ ഉസ്താദുമാരെ ഇൻസ്റ്റയിൽ റീൽ ചെയ്ത കുഴപ്പമില്ല. താത്താക്ക് സ്വർഗത്തിനോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വേറൊരു കൊണയുണ്ടേ, പുതിയൊരു കൊണ വന്നിട്ടുണ്ട്. അത് കാണട്ടെ. നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല. ഒരു കഥയുണ്ടല്ലോ, മരിക്കാൻ കടന്ന പട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്ത പ്രോസ്റ്റിറ്റ്യൂട്ടിന് അല്ലെ, ഒരു വേശ്യക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു എന്നൊരു കഥയില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പൊറുക്കാനായിട്ട് അള്ളാഹു ഉണ്ടല്ലോ എന്നാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിപ്പോൾ ഷാരൂഖ് ഖാൻ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ പോലെ me? ഷാരൂഖ് ഖാൻ അറിഞ്ഞുകൊണ്ടാണ് ഇതുവരെ ചെയ്ത് കൂട്ടിയ മൊത്തം അല്ലേ, ഈ സിനിമയിൽ അഭിനയിച്ചതും ഈ കാട്ടിക്കൂട്ടലും മൊത്തം ഷാരൂഖ് ഖാൻ ചെയ്തത് മൊത്തം അല്ലെ അറിഞ്ഞുകൊണ്ടാണ് അല്ലേ. ആൻഡ് ഹീ ഈസ് ഓൾസോ സേയിങ് ദാറ്റ് ഹീ ഈസ് പ്രൗഡ് ടു ബി മുസ്ലിം. എന്നിരുന്നാലും പുള്ളിക്കാരൻ ചെയ്തു കൂട്ടിയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. He is also the founder of the non-profit Mir Foundation, named after his father, which provides support to female victims of acid attacks. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷാരൂഖ് ഖാനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വർഗം കിട്ടേണ്ട ഒരാളാണ് അല്ലേ. I've been thanking God that I think suddenly become a great believer in God. അപ്പോൾ സ്വർഗം കിട്ടുമോ എന്നുള്ള കാര്യം
വിധിയാണ്. how wonderful you are. He's used his influence to help others and has a deep commitment to improving child education and public health in India. പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഒട്ടും ഒരു മുസ്ലിമിന് ചെയ്യുന്നതല്ല. I'm Islamic by birth, so I believe in Allah. And the strange thing is, ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. my wife is Hindu, so I've read the books that she follows. I do the puja that she does, and I realize strangely that the language is very different, but the message is exactly the same. ഇനി നാളത്തേക്ക് ഞാൻ നന്നാകാം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ജീവനോടെ ഉണ്ടാകുമോ എന്ന് കൂടി ഓർക്കണം. അപ്പോൾ താത്ത ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള താത്ത 20 വർഷം എടുത്ത് ലിപ്സ്റ്റിക്ക് ഉപേക്ഷിക്കാനായിട്ട്. അപ്പോഴാണ് താത്ത യഥാർത്ഥ മുസ്ലിം. അപ്പം അതുവരെ താത്ത മുസ്ലിം അല്ലായിരുന്നോ? ഫിനാൻഷ്യലി ലോസ് വന്നേക്കാം. കോമഡി എന്നാന്ന് അറിയാവോ, ഈ പുള്ളിക്കാരി ഇപ്പോഴും പഴയ വീഡിയോസ് ഒന്നും കളഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ വീഡിയോസിനൊക്കെ ഇപ്പോഴും വ്യൂസ് വരുന്നുണ്ട്. ചിക്കിലിയോ ചിക്കിലി ചിക്കിലി താൻ ചിക്കിലി ഉമ്പച്ചക്ക ജന്ന ജന്ന ചക്ക ഓമ്പ. പുള്ളിക്കാരിക്ക് വരുമാനം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. എൻ്റെ ഈ തീരുമാനം കാരണം കരിയർ വൈസ് ഓപ്പർച്യൂണിറ്റീസ് മിസ്സായേക്കാം. കന്നിമാസത്തിൽ കുനിഞ്ഞു നിൽക്കല്ലേ. ഫിനാൻഷ്യലി ലോസ് വന്നേക്കാം. മതത്തെ നിയമങ്ങൾ അറിയാത്തവർ മതവിധി പറയരുത്. കമന്റ് ബോക്സിൽ സ്വന്തം മതത്തിലുള്ള ഈ ജാതി എന്താല്ലേ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന കുറെ മതപ്പെട്ടന്മാർ. പബ്ലിക്കിൽ മുഖവും കാണിച്ച് വീഡിയോ ഇട്ടിട്ട് റബ്ബിന് വേണ്ടി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ, ഫിനാൻഷ്യലി ലോസ് വന്നേക്കാം. പക്ഷെ പഴയ വീഡിയോസ് ഒന്നും നമ്മൾ കളയൂല, അത് വരുമാനമാണ്. ഈ വീഡിയോ കാണുന്ന സഹോദരിമാരിൽ ഒരാൾക്കെങ്കിലും എൻ്റെ ഈ തീരുമാനവുമായി ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹൈഡ്രാ ഫേഷ്യലൊക്കെ ചെയ്ത് വെച്ച ടീമാണ് ഈ പറഞ്ഞത്. ആ വീഡിയോ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. ചിക്കിലിയോ ചിക്കിലി ഉമ്പച്ചക്ക ജന്ന ജന്ന ചക്ക ഓമ്പ. ഇതേപോലെ ലൈക്കിനും ഷെയറിനും വ്യൂസിനും വേണ്ടി പല രീതിയിൽ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന പലരും നമുക്കിടയിലുണ്ട്. അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരണപ്പെട്ട ശേഷം ഈ ലൈക്കും ഷെയറും വ്യൂസ് ഒന്നും ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ ഈ കഴിഞ്ഞ 20 വർഷം മൊത്തം കാട്ടിക്കൂട്ടി ഈ ഇൻഫ്ലുവൻസിങ് മൊത്തം അല്ലെ, ആ സമയത്ത് ഇവർക്ക് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് പിള്ളേർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കണ്ടിട്ട് തന്നെയാണ് കുറെ പേര് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത്. ഇനി നിങ്ങളെ കണ്ട് മാറണമെന്നല്ലേ. പക്ഷെ റബ്ബിന് വേണ്ടി വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവ് പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. പഴയ മേക്കപ്പിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പോഴും അക്കൗണ്ടിൽ കിടപ്പണം, അതൊന്നും കളയത്തില്ല. കാരണം എന്നറിയാവോ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതിപ്പോ പുതിയ പിള്ളേർ കണ്ടാലും കുഴപ്പമില്ല. ഈ വീഡിയോ കാണുന്ന സഹോദരിമാരിൽ ഒരാൾക്കെങ്കിലും എന്റെ തീരുമാനവുമായി ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കമന്റ് ബോക്സിൽ അൽഹംദുലില്ലാ നല്ല തീരുമാനം എന്ന് പറയുന്ന മണ്ടന്മാർ, നിങ്ങളൊരു കാര്യം മനസ്സിലാവും, ഈ പുള്ളിക്കാരൻ നിങ്ങളെല്ലാവരും പറ്റിക്കുക. ഈ പുള്ളിക്കാരിക്ക് അറിയാം ഇതൊക്കെ റീച്ചിന്റെ ഭാഗം. ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ആൾക്കാർ റിയാക്ട് ചെയ്യും, പുള്ളിക്കാരിക്ക് നല്ല റീച്ച് കിട്ടും, പൈസ കിട്ടും. എവിടെ വിശ്വാസം എവിടെ ഇവിടെ? Some of the fame I have in some of the countries is because I'm a Muslim. ഇത് മനസ്സിലാക്കാണ്ട് കുറെ ഉണ്ടാണ് കമന്റ് ബോക്സിൽ. താത്ത ബുദ്ധിമുട്ടിയാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു താത്തയുടെ ആ സ്ട്രാറ്റജി. നമ്മൾ പോലും ചിന്തിക്കാത്ത അത്ര വലിയ 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 സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും റബ്ബ് നമുക്ക് നൽകുന്നതായിരിക്കും. നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഏത് ദൈവമാണെന്ന് പുള്ളിക്കാരിക്ക് അറിയത്തില്ല, പക്ഷെ എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നമുക്ക് അടുത്തൊരു നോക്കാം. ഞാൻ മേക്കപ്പ് വേണ്ടാന്ന് വെച്ചതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ. നീ മേക്കപ്പ് ഒഴിവാക്കി ഞങ്ങൾക്ക് കഴിക്കണം. ആരാ എത്തിസ്റ്റ്? ഓ എന്നെയാണ്, ഞാൻ എത്തിസ്റ്റ് അല്ല കേട്ടോ. അവര് ലാസ്റ്റ് വീഡിയോയിലിട്ട് കുറച്ച് കമന്റുകൾ ഉണ്ട്, കാണിച്ചു കേട്ടോ. ആരിഫ് ഹുസൈൻ, ഹു ഇസ് ദിസ് ഗൈ? ഓ, മുസ്ലിം നാമധാരിയായിട്ടുള്ള എക്സ് മുസ്ലിം, കൂടാതെ സ്വയം പ്രഖ്യാപിത ജീനിയസ്. ബട്ട് ആക്ച്വലി ഹി ഈസ് നത്തിങ്, ലിറ്ററലി നത്തിങ്, ബിഗ് സീറോ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ്, ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി കംപ്ലീറ്റ് മുസ്ലിം പഠനം കഴിഞ്ഞ ഒരാളാണ് അല്ലേ. എന്നാലും 12 ക്ലാസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, +2 വരെ അല്ലെ. സ്കൂളിൽ +2 വരാനും നിങ്ങൾക്ക് 12 ക്ലാസ്സുകൾ എന്തോ ഇല്ലേ. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് പാസ്സായ ഒരാളാണ്. എന്നിട്ടാണ് പുള്ളിക്കാരനത് മാറുന്നത്. അപ്പം ഞാൻ ആലോചിക്കണം, ഇത്രയും പവർഫുള്ളായിട്ടൊരു സംഭവമാണ് എങ്കിൽ അല്ലെ, ഇത്രയും ഇതൊക്കെ വായിച്ച് ശരിക്കും വിവരവും തിരിച്ചറിവൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പുള്ളി ഇങ്ങനെ ആയി എന്നതിൽ എനിക്ക് ശരിക്കും അതിശയം തോന്നാറുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ, അത് ഞാൻ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നില്ല. ഇറ്റ്സ് ഡിപ്പെൻസ്. ഓ, നമ്മുടെ ജോക്കുട്ടൻ അല്ല, ജോക്കുട്ടൻ. Actually, he needs attention. Attention. He needs attention very badly. ഞാൻ മതം സംസാരിക്കാൻ പാടില്ല, വർഗീയ വിഷം. എന്ത് വർഗീയ വിഷം? ഞാൻ മറ്റൊരു മതത്തെ പറ്റിയും ഇന്നേ വരെ സംസാരിച്ചിട്ടുമില്ല, ഇനി എങ്ങനെ സംസാരിച്ചിട്ടില്ലേ?
എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംസാരിച്ചിരിക്കും. പിന്നെ ഏത് ഉദ്ദേശത്തിലാണ് ഈ വർത്താനം പറഞ്ഞത്? ഗുരുവായൂർ അമ്പലത്തിൽ ഇതാ ഒരു സുന്ദരി കയറി പോവുകയാണ്. എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത് നീ ആദ്യം പഠിക്കും. നിനക്കൊരു തേങ്ങ അറിയാൻ പാടില്ലാന്ന് ഈ നിനക്ക് നീ എന്നൊക്കെ വിളിക്കാൻ ശരിക്കും പറഞ്ഞാലേ ഞാൻ മര്യാദയ്ക്ക് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇവരുടെ തലയിലേക്ക് കയറണില്ല. ഇവർ ഈ എന്താ പറയാ, അതിനെനിക്ക് ജോക്കൂറ്റൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. ഓക്കെ, പിന്നെ ഒരു സജഷൻ ഉണ്ട് കേട്ടോ. 10 അവിടെ കിടന്നോട്ടെ, മറ്റേ JOQ അത് മാറ്റി ഒന്ന് PO ആക്കിയാൽ നന്നായിരിക്കും. പേര് പിന്നെ മാറ്റണ്ട, മുബീസ് പാരഡൈസ് ആണ് എപ്പോഴും എയർലൈനായതുകൊണ്ട് പേരൊന്നും മാറ്റണ്ട. ഇനി ഏറി കയറാനുള്ള എല്ലാവിധ ആശംസകളും. ഒരു മുസ്ലിം നാമധായി ആയതുകൊണ്ട് മാത്രം അവർ മുസ്ലിം ആകണമെന്നില്ല. ഇസ്ലാമിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അത് പാലിക്കാൻ ശ്രമിക്കുകയും കൂടി ചെയ്യണം. ഇതാരെ കാണിക്കാൻ വേണ്ടിയാ? പിരികം പോലും കാണിക്കാൻ പാടില്ലാത്തതാ. ഗതികേട്. നമുക്ക് 2 മുസ്ലിം സ്ത്രീകളുടെ ഉദാഹരണം എടുക്കാം. A, B. A ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നു. B ഭൂമിയിലുള്ള ഈ ജീവിതം മാത്രമല്ല പരലോകവും ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു. ഇതിപ്പോ രണ്ടാമത്തെ പെടുമല്ലോ. തന്റെ എൻജോയ്മെന്റ് ലൈഫിനിടയിൽ 5 നേരം നിസ്കരിക്കുവാനോ ഖുർആൻ ഓതുവാനോ സമയം കിട്ടുന്നില്ല. B കൃത്യമായി 5 നേരം നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു. നീ യാതൊരു കാര്യം മനസ്സിലാക്കണം. നീ ഇത്ര സേഫായിട്ട് ഈ ലൈറ്റിന്റെ മുമ്പിൽ ഇരുന്നൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് 16-18 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്. ഈ പറയുന്ന നിസ്കാരവും ദീനൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാണ്ട് അല്ല ഒരുപാട് നേഴ്സുമാരുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ഈ പറയുന്ന സാധനം അവർക്കൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ളവർക്കൊക്കെ പ്രത്യേക റീസണബിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ടതല്ലേ? എവിടുന്ന് വരുന്നുണ്ട് ഇതിനൊക്കെ? മാഷാഅല്ലാ. മേക്കപ്പ് ഹറാമാണ് മറ്റാണ് മറിച്ചാന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വീഡിയോസ് ഒന്നും കളഞ്ഞിട്ടില്ല. ഇപ്പോഴും അതേ ഇഷ്ടമുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. മാഷാഅല്ലാ. എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം തന്നെയാണ് ഇവൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും അത് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ ഇതിലേതിൽ പെടും? കാരണം നീ ഈ പറയുന്ന വീഡിയോസ് മൊത്തം ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കളഞ്ഞിട്ടില്ല. മേക്കപ്പ് ഇട്ട വീഡിയോസ് ഇപ്പോഴും കിടപ്പുള്ള ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ട്. അതൊക്കെ ഹറാമാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ഒഴിവാക്കുന്നു. താത്ത ഇത് ഹറാമാന്ന് അറിഞ്ഞിട്ടും താത്ത അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിരിക്കും അല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഷാരൂഖ് ഖാന്റെ എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളിക്കറിയാം പുള്ളി ചെയ്തത് ഹറാമാണെന്ന്. എന്നിട്ടും മറ്റേ അള്ളാഹു മറ്റേ പട്ടിക്ക് വെള്ളം കൊടുത്ത പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഉയർത്തിക്കൊണ്ട് വന്ന പോലെ താത്തേനെ ഉയർത്തിക്കൊണ്ട് വരുമെന്നാണ് താത്ത വിചാരിച്ചത്. 20 വർഷം എടുത്തു താത്തയ്ക്ക് തിരിച്ചറിവ് കിട്ടാനായിട്ട്. താത്ത കൊള്ളാട്ടോ. അപ്പൊ ഈ യൂട്യൂബിൽ താത്ത അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി വീഡിയോസ് ഇടുമ്പോൾ ഇതാരാണ് ഇതിന്റെ പിന്നിൽ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയത് അല്ലെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടാക്കിയത് എന്നൊക്കെ ഒന്ന് ഓർത്ത് നല്ലതായിരിക്കും. ഹറാമാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ഒഴിവാക്കുന്നു. അപ്പൊ അതിന് ഉത്തരവില്ലേ? അങ്ങനെ ചോദിക്കാൻ പാടല്ലേ? ഓക്കെ. ഭൂമിയിലുള്ള ജീവിതം മാക്സിമം എൻജോയ് ചെയ്ത് മരിക്കുന്നു. അതിനുശേഷം ഭൂമിയിലുള്ള ജീവിതവും ആസ്വദിക്കുന്നു. മരണശേഷം പരലോകം, അവിടെയും സ്വർഗം ലഭിക്കാൻ അവസരം. ഇത്രയും വർഷം പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇപ്പോഴാണ് താത്തയ്ക്ക് ഈ ബോധം വന്നത്. അപ്പോൾ ഇതുവരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ സ്വർഗം കിട്ടില്ല, ഇവർക്ക് കറക്റ്റായിട്ട് സ്വർഗം കിട്ടും. ഇതുപോലത്തെ ഒരു അടിമനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മക്കളുടെ വായിൽ നിന്നും വരുന്ന ഓരോ മൂർച്ചയേറിയ വാക്കുകളും മാതാവിന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ആയുധമായി മാറുന്നു. പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഈ നാവ് കൊണ്ട് കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ അവസ്ഥയാണ്. എങ്ങനെ സംസാരിക്കണം എന്ന് പഠിപ്പിച്ച് നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒരു കാരണവശാലും എന്ത് സാഹചര്യം വന്നാലും ആ നാവ് കൊണ്ട് മോശമായ രീതിയിൽ സംസാരിക്കാനോ അവരുടെ ഹൃദയത്തെ നോവിപ്പിക്കാനോ പാടില്ല. അതെ അല്ലേ? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ? കുട്ടീനെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർ ഞങ്ങളത് പരിഹാരം ഉണ്ടാക്കാം, ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് അവർ രക്ഷിതാക്കൾ പറയുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു. പക്ഷേ അതോടുകൂടി ആ കുട്ടി ആകെ തകർന്നിട്ട് ഇവൻ്റെ ഉമ്മേൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ആ കുട്ടി പോകുന്നത്. ഇവൻ്റെ ഉമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനെങ്ങാനാണെങ്കിൽ എന്നോ ഇട്ടെറിഞ്ഞു പോയാനെ ഇങ്ങനെ കാണിക്കുന്ന പിന്നെ കെട്ടിയന്മാരുണ്ടെങ്കിൽ ഒരു ഉമ്മ മകന് പറഞ്ഞു കൊടുത്തതാണ്. ഉമ്മയാ പറയുന്നത്. നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒരു കാരണവശാലും എന്ത് സാഹചര്യം വന്നാലും എനിക്ക് എന്ത് വിഷമൊക്കെയാ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ബിയിൽ നിന്നും എയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ ഇബ്ലീസുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതിൽ പെടുന്നതാണ് ഈ ആരിഫ് ഹുസൈൻ, ജോക്കൂട്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറെ എത്തിസ്റ്റും എക്സ് മുസ്ലിംസും ഒക്കെ. ഇവളീ നാട്ടിൽ നടക്കുന്ന വാർത്തകളൊന്നും കാണുന്നില്ലേ? ഒരു എടാ ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോടാ ആരെങ്കിലും ഒന്ന്. എന്ത് ഹെയ്റ്റാണ് പറഞ്ഞുണ്ടാക്കണത് ഇവര്. നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന സംഭവം ഒന്നും കാണുന്നില്ലേ? അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിൽ നിന്നും അകന്നു പോകും, സ്വർഗത്തിലേക്കുള്ള വാതിലും അടഞ്ഞു പോയേക്കാം എന്ന് പോലും മാതാപിതാക്കളോട് മക്കൾ പറയാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മക്കളും
മാതാപിതാക്കൾക്ക് ബഹുമാനം നൽകുന്നില്ല. താത്ത ഏതിലാ വരുന്നത് ഞാനിപ്പോ കാണിച്ചു തരാം. കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയ അവസ്ഥയാണ്. അവരത് മകന് അനുകൂലമായിട്ടുള്ളൊരു സംസാരം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഈ കുട്ടിയെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഇതൊന്നും കാണുന്നില്ല താത്തെ. എന്ന് പോലും മാതാപിതാക്കളോട് മക്കൾ പറയാൻ പാടില്ല. എന്തൊരു തോൽവിയാ അല്ലേ? ഇതിന്റെ അടിയിൽ എന്തുമാത്രം മാണങ്ങളാന്ന് ഞാൻ ആലോചിക്കുക. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒഴിഞ്ഞു പോയിക്കൂടെ, ഇതിൽ നിന്നെ കടിച്ചു തൂങ്ങുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം ഉണ്ടായത്. ഉമ്മയാ പറയുന്നത്. ഒരാളുടെ വസ്ത്രം കണ്ടിട്ടല്ല നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത് അല്ലേ? അങ്ങനെ വസ്ത്രം കണ്ട് വിലയിരുത്താനാണെങ്കിൽ ഗ്രീഷ്മേനൊക്കെ പണ്ടേ വിലയിരുത്തേണ്ട സമയം കഴിഞ്ഞു. ഒരാളുടെ പ്രവൃത്തിയെ അനുസരിച്ചാണ് ആ വ്യക്തിക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കുക. He's working to improve the living conditions and rights of underprivileged people. അതുകൊണ്ടാണ് ഷാരൂഖ് ഖാൻ അത്രയും വളർന്നത് across the country. He's also ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് 10 വയസ്സിലെ വെളിവില്ല. ഉണ്ടെങ്കിൽ ഇവള് ഞാൻ പറഞ്ഞ ചോദ്യത്തിന് കറക്റ്റായിട്ട് മറുപടി തന്നേനെ. എന്റെ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും വാ തുറന്നിട്ടില്ല. കാരണം വാ തുറക്കാൻ പറ്റത്തില്ല. അതിന് മാത്രം ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ കുറെ മണ്ടത്തരങ്ങൾ വളവളാന്ന് വെച്ചോണ്ടിരിക്കുന്ന അല്ലാണ്ട് പ്രോപ്പറായിട്ട് ഉത്തരവൊന്നും പുള്ളിക്കാരിക്ക് ഇല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താത്തയ്ക്ക് ഇപ്പോൾ ഉത്തരവില്ല. ബീസ് പാരഡൈസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുവല്ല വേണ്ടത്, കറക്റ്റായിട്ടുള്ള മറുപടി തരണം. അല്ല അത് എന്തെങ്കിലുമൊക്കെ വളവളാന്ന് വെച്ച് കഴിഞ്ഞാല് ത്രികോണ ഊക്ക് മാറ്റിയിട്ട് നിങ്ങളെ മാത്രം ഊക്കേണ്ട അവസ്ഥയുണ്ട്. അതിന് മാത്രം കണ്ടിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇതായാലും ഇവിടെ വെച്ച് നിർത്തുവാണ്. ഞാൻ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അതാണെങ്കിലും ഈ പെണ്ണുമ്പിള്ളയ്ക്ക് വേണ്ടിയുള്ള റിയാക്ഷൻ നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല. നമുക്ക് ആ മറ്റേ മതസൗഹാർദ്ദം ഇതും കൂടി ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല. അതാണ് ഇവർക്ക് സെപ്പറേറ്റ് തന്നെ കൊടുക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.